Thank you. Thank you. Yeah. Come on. Hey, everybody. കൈ മാറ്റി എന്തുകൊണ്ട് കാണിക്കണേ? Happy. Thank you all. Thank you. ലാലേട്ടൻ തന്നാണോ ഇത്? ലാലേട്ടൻ തന്നത് മോഹൻലാൽ എനിക്ക് കിട്ടിയ പ്രീഷ്യസ് ഗിഫ്റ്റ്. ലാലേട്ടൻ തന്ന പ്രീഷ്യസ് ഗിഫ്റ്റ് അത്രയും സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നു. ഒരു എന്താ പറയാ, വളരെ പോസിറ്റീവായിട്ട് അതിന്റെ സന്തോഷം തീർച്ചയായും. ഫ്രണ്ടിലോട്ട് വരാമോ? ഓക്കെ, അത് ഞാൻ അവർ അനീഷിന്റെ അമ്മയും ബ്രദറിനെയൊക്കെ ഞങ്ങൾ ഇപ്പം എയർപോർട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കൊക്കെ ആ ഒരു ഫീൽഡ് നമ്മൾ അവിടെ കളിക്കുന്നതൊക്കെ ഗെയിമാണ്. അതിന് പുറത്ത് ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്ക്. ഒരാളെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. പുറത്തിറങ്ങിയാലും അവരുടെ സൗഹൃദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫൈറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആരെയും വേദനിപ്പിച്ചിട്ടോ അവരെ മനസ്സ് മുറിവേൽപ്പിച്ചിട്ടോ അതെനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറയാനുണ്ട്, കുറെ ഉണ്ട് പറയാനുണ്ട്. ഞാൻ പറയാം. ഇപ്പോ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അവിടെ ഈ മാറ്റിന്റെ നിങ്ങള് കൂടായിരുന്നു. കുറെ പേരുണ്ട്. പക്ഷെ അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. എനിക്കൊന്നും ഞാനെല്ലാം പറയാം. എനിക്ക് ഒന്ന് വിശകലനം, എനിക്ക് സെൽഫ് അനലൈസ് ചെയ്യാണ്ട് കുറച്ചൊന്ന് എന്തിന് ഞാൻ പുറത്തായി എന്നുള്ളത് എനിക്കിപ്പോഴും ചിന്തിച്ചിട്ട് മനസ്സിലാവില്ല. ഫ്രണ്ട് തന്നെയാണ്. ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ടാവും. ഷാനവാസതെ, അനുമോളതെ, എല്ലാവരും നല്ല ഫ്രണ്ട്സ് അവിടെ എത്തിയിട്ടുണ്ടായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ആരെയും മനസ്സ് മുറിവേൽപ്പിച്ചിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം അവരുടെ കണ്ണ് നിറഞ്ഞത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ? തീർച്ചയായും ഇത് തന്നെ വലിയൊരു മാറ്റമല്ലേ? നിൽക്കുന്നത് തന്നെ എന്റെ ഒരു ഡ്രീം അല്ലേ, എന്റെ ഒരു മാറ്റമല്ലേ? തീർച്ചയായും അതെ. താങ്ക് യു. ഞാൻ പോട്ടെ. ചേട്ടാ, പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ട്, ജനങ്ങളുടെ സ്നേഹമുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കണം, സങ്കടപ്പെടരുത്. എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നുണ്ട്. പ്രേക്ഷകർ കൂടുകയുണ്ട്. ബിഗ് ബോസ് ഔട്ട്സൈഡേഴ്സ് ആയിട്ട് ഇറങ്ങിയ ആദ്യത്താണ് ഞാൻ. This is not the end. This is not my end. This is my beginning. This is my beginning. Thank you all.